പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 40-ാം അധ്യായത്തിൻ്റെ 2-ാം വചനം. അവിടുന്ന് എന്നെ ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും രക്ഷിച്ചു. എന്നെ കരകയറ്റി എൻ്റെ പാദങ്ങളെ പാറയിൽ ഉറപ്പിച്ചു, കാൽവയ്പ്പുകൾ സുരക്ഷിതമാക്കി. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ തകർന്ന അവസ്ഥ കണ്ട് എൻ്റെ നിലവിളി കേട്ട് എൻ്റെ ദൈവം എന്നെ ശക്തമായി സഹായിക്കുന്ന എൻ്റെ ദൈവം, എൻ്റെ തകർന്ന ഉയർച്ചയില്ലാത്ത എൻ്റെ ജീവിതത്തിൻ്റെ വഴികൾ കണ്ട എൻ്റെ ദൈവം, ഞാൻ ഏറെ അധ്വാനിച്ചിട്ടും എനിക്കൊരു പ്രയോജനം കിട്ടുന്നില്ല, ഞാൻ വളരെയേറെ കഷ്ടപ്പെട്ടിട്ടും വളരെയേറെ അധ്വാനിച്ചിട്ടും വളരെയേറെ വ്യയം ചെയ്തിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു വിധത്തിലും ഒരു പുരോഗതി ഉണ്ടാകുന്നില്ല. അപ്പോൾ എൻ്റെ ദൈവം എൻ്റെ നിലവിളി കേട്ടു, എൻ്റെ പ്രാർത്ഥന കേട്ടു. അവിടുന്ന് എൻ്റെ പാദങ്ങളെ കുഴഞ്ഞ ചേറ്റിൽ നിന്നും അതിശക്തമായ ഉറപ്പുള്ള പാറമേൽ ഉറപ്പിച്ച് എൻ്റെ പാദങ്ങളെ, എൻ്റെ കാൽവയ്പ്പുകളെ അവിടുന്ന് സുരക്ഷിതമാക്കി എന്നാണ് ഇവിടെ വചനം പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിരവധി ആളുകൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, വളരെയേറെ അധ്വാനിച്ചു, വളരെയേറെ കഷ്ടപ്പെട്ടു, വളരെയേറെ മുതൽ മുടക്കി, വളരെയേറെ സമയം കഷ്ടപ്പെട്ടു, വളരെ വലിയ വരുമാനമുണ്ട്, ഒന്നും നീക്കി ബാക്കിയില്ല, ഒന്നും ഒരു സന്തോഷമില്ല, സമാധാനമില്ല, ഒരു ആനന്ദമില്ല, ഒരു സൗഖ്യമില്ല. എന്താണ് ഇതിൻ്റെ എല്ലാം കാരണം? എൻ്റെ ജീവിതത്തിൽ എവിടെയോ എന്തോ ഒരു ചെറിയ പന്തികേട് അവശേഷിക്കുന്നുണ്ട്, അവസാനിക്കുന്നുണ്ട്. എവിടെയോ ഈശോ നഷ്ടപ്പെട്ടു പോയ ഒരു അവസ്ഥയുണ്ട്. സങ്കീർത്തനങ്ങൾ 40-ാം അധ്യായം അതിൻ്റെ 17-ാം വചനം പറയുന്നത്, ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും കർത്താവിന് എന്നെക്കുറിച്ച് കരുതലുണ്ട്. എന്നെക്കുറിച്ച് കരുതുന്ന എൻ്റെ ദൈവത്തോട് ഞാൻ ചേർന്ന് നിന്നാൽ, എന്നെക്കുറിച്ച് കരുതലുള്ള എൻ്റെ ദൈവത്തോട് ഞാൻ ചേർന്ന് നിൽക്കുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ ഇതുപോലെ തകർന്ന് താറുമാറായി കിടക്കുന്ന മേഖലകളെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കും. അതിന് എൻ്റെ ദൈവത്തോടു കൂടെ, എൻ്റെ ദൈവത്തിൻ്റെ സഹായത്തോടുകൂടി മാത്രമേ എനിക്കിത് സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, അതിനുവേണ്ടി ഞാനൊരു ഒരു വചനം പറയാം. ഏത് തകർന്ന മേഖലകളിൽ കിടക്കുന്നവർക്കും, കെട്ടുകൾ അഴിയാതെ കിടക്കുന്നവർക്കും, ബന്ധനം എന്ന് നമ്മൾ പറയുന്ന ബന്ധനം വിടുതൽ കിട്ടാതെ വിഷമിക്കുന്ന മേഖലകൾക്കും, എൻ്റെ ജീവിതത്തിൻ്റെ നിരവധിയായ പരിശ്രമങ്ങളുടെ എല്ലാം ഒടുവിൽ എനിക്ക് പരാജയമാണ് അനുഭവിക്കുന്നതെങ്കിൽ, ഞാൻ എന്നും ഏതെങ്കിലും വിധ ഒരു പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്, ഒന്നിലും എനിക്കൊരു ഉന്നതി പ്രാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, ജെറമ്യാ പ്രവചനം 33-ാം അധ്യായം എല്ലാ ദിവസവും നമ്മളത് വായിച്ചു നോക്കി, കുറേ ദിവസം ഇതിലെ വാഗ്ദാന വചനമൊന്ന് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചു നോക്കി. ഞാൻ അനേകർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള വചനമാണിത്. അനേകർ വിടുതലും സൗഖ്യവും അനുഗ്രഹവും പ്രാപിച്ചിട്ടുള്ള വചനങ്ങളാണ്. 26 വചനങ്ങളുണ്ട്. നമ്മളൊന്ന് ഈ വചനമൊന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ചാൽ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളിൽ നിന്ന്, നമ്മൾ അഭിഷേകം പ്രാപിക്കാതെ കിടക്കുന്ന മേഖലയിൽ നിന്ന് വിടുതൽ കിട്ടാൻ എൻ്റെ ദൈവം എന്നെ അനുവദിക്കും. ജെറമ്യാ 33:3 നമുക്കൊന്ന് വായിക്കാം. എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് മറുപടി നൽകും. നിൻ്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം, നിഗൂഢമായ കാര്യം ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. വിളിക്കണം, അവനെ വിളിക്കണം. വാഗ്ദാന വചനം വിളിച്ചു കഴിയുമ്പോൾ എൻ്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം, നിഗൂഢമായ കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി. എന്നിട്ട് അതിൻ്റെ 26-ാമത് വചനം പറയണം. ജെറമ്യാ പ്രവചനം 33-ാം അധ്യായത്തിൻ്റെ 26-ാം വചനം പറയണം, ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകും, അവരുടെ മേൽ കരുണയുടെ കരം നീട്ടുമെന്ന്. അവിടെ കരുണയുടെ കരം നീട്ടി അവിടുന്ന് എന്നെ സഹായിക്കുന്ന ദൈവം. അതുകൊണ്ട് എൻ്റെ ദൈവം ഒരിക്കലും എന്നെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഈ അനുഗ്രഹം പ്രാപിക്കാൻ, വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ ജെറമ്യാ പ്രവചനം 33-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 26 വരെയുള്ള വചനങ്ങൾ വായിച്ച് ധ്യാനിച്ചു കഴിയുമ്പോൾ തീർച്ചയായും ഒരു വിടുതൽ കിട്ടുന്ന ഉറപ്പാണ്. വീണ്ടും സങ്കീർത്തനങ്ങൾ 43-ാം അധ്യായത്തിന് 3-ാം വചനം പറയുന്നത്, അങ്ങയുടെ പ്രകാശവും സത്യവുമായി അയക്കണമേ, അവ എന്നെ നയിക്കട്ടെ, അങ്ങയുടെ വിശുദ്ധ ഗിരിയിലേക്കും നിവാസത്തിലേക്കും അവ എന്നെ നയിക്കട്ടെ. ഏത്? അങ്ങയുടെ പ്രകാശവും സത്യവും അയക്കണം. അങ്ങയുടെ പ്രകാശവും സത്യവും അങ്ങയുടെ വചനത്തിലുണ്ട്. ഈ വാഗ്ദാന വചനങ്ങൾ നമ്മൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ
ദൈവത്തിൻ്റെ പരിശുദ്ധി നമ്മെ വലയം ചെയ്യും. വീണ്ടും 44-ാം സങ്കീർത്തനത്തിൽ എൻ്റെ 5-ാം വചനം പറയുന്നത്, അങ്ങയുടെ സഹായത്താൽ ശത്രുക്കളെ ഞാൻ തകർക്കുന്നു, അങ്ങയുടെ സഹായത്താൽ, അങ്ങനെ അങ്ങിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ഞാൻ വിജയം പ്രാപിക്കുന്നുവെന്ന്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ദൈവവേദനു വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ നമുക്ക് ധൈര്യമായിട്ടിരിക്കാം. അതുകൊണ്ട് ജെറമ്യാ പ്രവചനം 33-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള വചനം കുറേ ദിവസങ്ങളൊന്ന് അവകാശപ്പെട്ട് ഇതിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം അവകാശപ്പെട്ട് ഈ വാഗ്ദാന വചനങ്ങളെ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം എൻ്റെ തകർന്നു കിടക്കുന്ന മേഖലകൾ, ഞാനൊരു വിടുതൽ പ്രാപിക്കാതെ കിടക്കുന്ന മേഖലകൾ, ഞാൻ ഉന്നതി പ്രാപിക്കാതെ കിടക്കുന്ന മേഖലകൾ തന്നെ രക്ഷിക്കുമെന്നുള്ള തീർച്ചയാണ്. അതുകൊണ്ട് ഈ വാഗ്ദാന വചനങ്ങളുടെ അഭിഷേകം പ്രാപിക്കാൻ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. കേട്ട വചനം മാംസം ധരിക്കാൻ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.